റോഡിലെ കുഴിയിൽ വീണ് യാത്രക്കാരൻ മരിച്ചതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കുഴിയടയ്ക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് കോടതി. ആലുവ പെരുമ്പാവൂർ റോഡിന്റെ എഞ്ചിനീയർ ഹാജരാകാൻ നിർദ്ദേശം. മരണകാരണം കുഴിയിൽ വീണത് മാത്രമല്ലെന്ന് സർക്കാർ. മരിച്ചയാളെ അപമാനിക്കരുത് എന്ന് കോടതി. നായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകണമെന്ന് ഹൈക്കോടതി. നായ്ക്കളെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും ശിക്ഷാർഹമെന്ന് DGP. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ SHOമാർക്ക് നിർദ്ദേശം. നായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ നടപടി വേണമെന്ന് ദേശീയ മൃഗക്ഷേമ ബോർഡ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച പ്രതികൾക്ക് ജാമ്യമില്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 5 പേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. പ്രതികൾക്ക് വേണ്ടി തന്നെ ഭീഷണിപ്പെടുത്തുമെന്ന് അഭിഭാഷക. ഭാരത് ജോഡോ യാത്രയ്ക്കെതിരായ CPM കേരള ഘടകത്തിന്റെ വിമർശനങ്ങൾ തള്ളി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. യാത്ര കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നും യെച്ചൂരി. ജോഡോ യാത്രയ്ക്ക് നിർബന്ധിത പിരിവ് ചോദിച്ച് പച്ചക്കറി കട തകർത്ത കോൺഗ്രസ് നേതാക്കൾക്ക് സസ്പെൻഷൻ. കേരളത്തിൽ നിക്ഷേപം വരാൻ മുഖ്യമന്ത്രി വിദേശത്ത് പോകേണ്ടെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മനോരമ ന്യൂസിനോട്. വ്യവസായികൾക്ക് കേരളത്തെക്കാൾ താൽപര്യം UPയോട്. പഴകിയ പ്രചാരണമെന്ന് സീതാറാം യെച്ചൂരി. കോഴിക്കോട് ചേവായൂരിലെ പെട്ടിക്കട സമാന്തര RT ഓഫീസായി പ്രവർത്തിക്കുന്നതായി വിജിലൻസിന്റെ കണ്ടെത്തൽ. RT ഉദ്യോഗസ്ഥർ ഒപ്പിട്ട രേഖകൾ പിടിച്ചെടുത്തു. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപത്തെ കടയിൽ നിന്ന് 1.5 ലക്ഷം രൂപയും കണ്ടെത്തി. സുരക്ഷാ ജീവനക്കാരന് കാറിടിച്ചു കൊന്ന മുഹമ്മദ് നിഷാമിന്റെ ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കില്ലെന്ന് ഹൈക്കോടതി. വധശിക്ഷ വിധിക്കണമെന്ന സർക്കാർ ആവശ്യവും അംഗീകരിച്ചില്ല. വിധിയിൽ സന്തോഷമെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ. ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. ആലുവ പെരുമ്പാവൂർ സംസ്ഥാന പാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനായ കുഞ്ഞു മുഹമ്മദ് മരിച്ച സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് ഹൈക്കോടതി. റോഡിന്റെ അറ്റകുറ്റപ്പണി ചുമതലയുള്ള എഞ്ചിനീയർ നേരിട്ട് ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു. കുഞ്ഞു മുഹമ്മദിന്റെ മരണം കുഴിയിൽ വീണതുകൊണ്ട് മാത്രമല്ല എന്ന സർക്കാരിന്റെ ന്യായീകരണത്തെ കോടതി വിമർശിച്ചു. സർക്കാർ വാദം തെറ്റാണെന്ന് കുഞ്ഞു മുഹമ്മദിന്റെ മകൻ പ്രതികരിച്ചു. റോഡുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവേ അതിരൂക്ഷമായ ഭാഷയിലാണ് പൊതുമരാമത്ത് വകുപ്പിനെ ഹൈക്കോടതി വിമർശിച്ചത്. റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനായ കുഞ്ഞു മുഹമ്മദ് മരിച്ച സംഭവം ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണെന്നായിരുന്നു കോടതിയുടെ പരാമർശം. പൊതുമരാമത്ത് വകുപ്പിനെ എന്തിനാണ് എഞ്ചിനീയർമാരെന്നും കുഴി കണ്ടാൽ എന്തുകൊണ്ട് ഉടൻ അടയ്ക്കുന്നില്ലെന്നും കോടതി വിമർശിച്ചു. റോഡിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് കോടതിയെ അറിയിച്ചു. അതേസമയം കുഞ്ഞു മുഹമ്മദിന്റെ മരണത്തെ ന്യായീകരിക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. ബൈക്ക് കുഴിയിൽ വീണ് പരിക്കേറ്റതുകൊണ്ട് മാത്രമല്ല, കുഞ്ഞു മുഹമ്മദിന് ഷുഗർ ലെവൽ കുറവായിരുന്നുവെന്ന് മകൻ പറഞ്ഞെന്നായിരുന്നു സർക്കാരിന്റെ ന്യായീകരണം. എന്നാൽ മരിച്ചയാളെ ഇനിയും അപമാനിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എത്ര പേർ മരിച്ചാലാണ് റോഡുകൾ നന്നാക്കുകയെന്ന മറുചോദ്യവും ഉയർത്തി. കുഞ്ഞു മുഹമ്മദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ വാദം തെറ്റാണെന്ന് മകൻ മനാഫ് മനോരമ ന്യൂസിനോട് പ്രതികരിച്ചു. ബോഡി ഒരു കുഴപ്പമില്ല, ആള് എല്ലാം നോർമലാണ്. പക്ഷെ തലക്ക് ഏറ്റ ക്ഷതമാണ് ആള് അബോധാവസ്ഥയിലും സംസാരശേഷി നഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ഇന്നലെ മരണം സംഭവിച്ചത്. ഇത് പറഞ്ഞ് നമുക്ക് സർക്കാരിന്റെ ഒന്നും കിട്ടാനുമുള്ള കിട്ടൂല എന്ന് എനിക്കറിയാം. ആലുവ പെരുമ്പാവൂർ റോഡിന്റെ അറ്റകുറ്റപ്പണി ചുമതലയുള്ള എഞ്ചിനീയർ നേരിട്ട് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ വിശദീകരണം നൽകിയില്ലെങ്കിൽ ജില്ലാ കളക്ടറെ വിളിച്ചു വരുത്തുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. PS വിമൽ, മനോരമ ന്യൂസ്, കൊച്ചി. കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ പരിഹാസവുമായി ഹൈക്കോടതി. മഴ പെയ്താൽ വെള്ളം കയറും, അല്ലെങ്കിൽ പട്ടിയടിക്കുമെന്നതാണ് കൊച്ചിയിലെ അവസ്ഥ. കോർപ്പറേഷന്റെ ലാഘവമാണ് വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിന് കാരണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനമായി കോർപ്പറേഷൻ മാറണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പറയാനുള്ളത്. നമ്മുടെ സമൂഹത്തില് ഒരു സാമൂഹ്യ വിപത്തായിട്ടാണ് ഈ മയക്കുമരുന്ന് മാറുന്നത്. ആഗോളതലത്തിൽ തന്നെ ഒരു പ്രശ്നമായി നിൽക്കുന്ന കാര്യമാണിത്. നമ്മുടെ നാട്ടില് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്.
അതിനെതിരെ നാടാകെ അണിനിരന്നുകൊണ്ടുള്ള പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലഹരി മരുന്നുകളുടെ ലക്കുകെട്ട ഉപഭോഗം ആ വ്യക്തികളെ മാത്രമല്ല, കുടുംബങ്ങളെയും തലമുറകളെയും സമൂഹത്തെ ആകെയും സാരമായി ബാധിക്കുക. മാരകമായ ഫലങ്ങളാണ് അത് ഉളവാക്കുന്നത്. മാത്രമല്ല, അതിനെ പിൻപറ്റി നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു. ഇത് പ്രധാനമായും യുവജനങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ മാർഗങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കുന്നവരെ, യുവജനങ്ങളെ നയിക്കാൻ ഇടയാക്കുകയും ചെയ്യും. നേരത്തെ അമിതമായ മദ്യപാനം, കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഭീഷണി ഇതൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ മാരകമായ മയക്കുമരുന്നുകൾ വ്യാപകമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, മാരക വിഷവസ്തുക്കളായ രാസവസ്തുക്കളുടെ സങ്കലനങ്ങൾ പോലും ലഹരിക്കായി വിതരണം ചെയ്യപ്പെടുകയാണ്. ഇവയുടെ ഉൽപാദനം സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും അതിർത്തികൾക്കപ്പുറത്തേക്ക് കൂടി വ്യാപിക്കുക. അപ്പോൾ മയക്കുമരുന്ന് വിപണനത്തിന്റെ സങ്കീർണമായ ശൃംഖലകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങേയറ്റം അപകടകരവും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തനങ്ങളാണ് അതിന്റെ ഭാഗമായി അരങ്ങേറുന്നത്. സാധാരണഗതിയിലുള്ള പ്രതിരോധ നടപടികൾ, നിയമങ്ങൾ ഉപയോഗിച്ചും പോലീസിന്റെയും എക്സൈസിന്റെയും നടപടികളിലൂടെയൊക്കെയാണ് മയക്കുമരുന്ന് വിപത്തിനെ ചെറുക്കുന്നതിന് സർക്കാർ തലത്തിലുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത്. അതിന് ഫലവുമുണ്ട്. അതിന്റെ ഫലമായി മയക്കുമരുന്ന് കടത്ത് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. വിതരണ ശൃംഖലകളെ തകർക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം പൂർണ്ണമായും ലക്ഷ്യം നേടാനാവില്ല. നാടിന്റെ ഭാവി വളർന്നുവരുന്ന തലമുറയുടെ കൈകളിലാണ്. അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സർഗാത്മക ശേഷികളുമാണ് ഇതിലൂടെ അപകടത്തിലാക്കാൻ നോക്കുന്നത്. അത് അനുവദിച്ചുകൂടാ. മയക്കുമരുന്ന് വിപത്തിനെതിരെ സുശക്തവും പഴുതുകളില്ലാത്തതുമായ പ്രതിരോധ മാർഗം നമുക്ക് തീർക്കാനാവണം. അത് സാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു ബഹുമുഖ കർമ്മ പദ്ധതി ഈ വരുന്ന ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യുവാക്കള് അതിന്റെ മുന്നണിയിൽ തന്നെ പങ്കുചേരണം. ഓരോ വ്യക്തിയും ഓരോ കുടുംബവും അതിൽ പങ്കുചേരുന്ന അവസ്ഥയുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള വിവിധ സംഘടനകളുണ്ട്, സാമൂഹ്യ കൂട്ടായ്മകളുണ്ട്. എല്ലാവരും ഒരു ഭേദചിന്തയുമില്ലാതെ
ദൃഢനിശ്ചയത്തോടെ ഇക്കാര്യത്തിൽ ഊർജ്ജസ്വലമായ പ്രതിരോധമുയർത്താൻ അണിനിരക്കണം. അപ്പോ എല്ലാവരോടും ഈ ക്യാമ്പയിനിൽ അണിചേരാൻ ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിവിധ തലങ്ങളിൽ, സംസ്ഥാന തലത്തിൽ, ജില്ലാതലത്തിൽ, തദ്ദേശ സ്വയംഭരണ തലത്തിൽ, വിദ്യാലയ തലങ്ങളിൽ, ഇവിടങ്ങളിലൊക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സമിതികൾ പ്രവർത്തിക്കും. സംസ്ഥാന തലത്തില് ഒരു സമിതി മുഖ്യമന്ത്രി അധ്യക്ഷനും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി സഹാധ്യക്ഷനുമായി മറ്റു വിവിധ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമെല്ലാം അടങ്ങുന്ന ഒരു സംസ്ഥാനതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ തീവ്രമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതില് യുവാക്കള്, വിദ്യാർത്ഥികള്, മഹിളകള്, കുടുംബശ്രീ പ്രവർത്തകര്, നമ്മുടെ സംസ്ഥാനത്തുള്ള വിവിധ മത സാമുദായിക സംഘടനകള്, ഗ്രന്ഥശാലകള്, ക്ലബ്ബുകള്, റെസിഡൻസ് അസോസിയേഷനുകള്, സാമൂഹ്യ സാംസ്കാരിക സംഘടനകള്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികള്, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ആരും ഒഴിയാതെ ഇതില് അണിചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സിനിമ, സീരിയൽ, സ്പോർട്സ് ഇത്തരം മേഖലകളിലെ പ്രമുഖരും ഈ ക്യാമ്പയിന് പിന്തുണ നൽകാൻ തയ്യാറാണ്. നവംബർ 1 സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രക്ഷിതാക്കള്, പൂർവ്വ വിദ്യാർത്ഥികള്, ആ വിദ്യാലയത്തിലുള്ള വിദ്യാർത്ഥികള്, അധ്യാപകര്, പിന്നെ അവിടെ അണിനിരത്താൻ പറ്റാവുന്ന മറ്റുള്ളവര്, ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ ചങ്ങല ഈ വിദ്യാഭ്യാസ സ്ഥാപന തലത്തിൽ തീർക്കാൻ ഉദ്ദേശിക്കുന്നു. അന്ന് തന്നെ പ്രതീകാത്മകമായി ലഹരി വസ്തുക്കൾ കത്തിക്കുന്ന നിലയുണ്ടാവും. പ്രതീകാത്മകമായി കത്തിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ആ തരത്തിൽ കത്തിക്കുന്ന നിലയുണ്ടാവും. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ലൈബ്രറി, ക്ലബ്ബുകൾ, ഇവിടെയൊക്കെ സാധാരണ നിലക്ക് തന്നെ ധാരാളം ആളുകൾ കൂടുന്നതാണ്. ഇതിന്റെ ഭാഗമായി ഇവിടങ്ങളിൽ ഒരു ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലഹരിക്കെതിരായ ഹ്രസ്വ സിനിമകള്, വീഡിയോകള് ഇവയുടെ സഹായത്തോടെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്ലാസ്, ലഹരി വിപത്ത് ഒഴിവാക്കുന്നതിന് പ്രാദേശികമായി ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച ചർച്ച, ഇതൊക്കെ ഇതോടനുബന്ധമായി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ്, ക്ലബ്ബുകൾ ഉള്ള ഇടങ്ങള്, അത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള പരിപാടികൾ നടത്താൻ പറ്റും. ഇതോടൊപ്പം വിദ്യാലയങ്ങള്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റോൾ പ്ലേ, സ്കിറ്റ്, കവിതാലാപനം, കഥാവായന, പ്രസംഗം, പോസ്റ്റർ രചന ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. NCC, SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, വിമുക്തി ക്ലബ്ബുകൾ
ഇത്തരം സംവിധാനങ്ങളെയൊക്കെ ഈ ക്യാമ്പയിനിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ശ്രദ്ധ, നേർക്കൂട്ട് ഇവയുടെ പ്രവർത്തനം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉറപ്പാക്കും. ഇത്തരം കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകും. ലഹരി ഉപഭോഗം അത് സൃഷ്ടിക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, സാമൂഹ്യാഘാതങ്ങൾ ഇവക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടാണ് പരിശീലനം നൽകുക. വിമുക്തി മിഷനും SCRTയും ചേർന്ന് തയ്യാറാക്കുന്ന മൊഡ്യൂളുകളുണ്ടാകും. അത് മാത്രമേ പരിശീലനത്തിന് ഉപയോഗിക്കാവൂ. അതായത് ഓരോ സ്ഥലത്തും അവരവർക്ക് തോന്നിയ രീതിയിലുള്ള പരിശീലനം നടത്താൻ പറ്റില്ല. ഒരു കേന്ദ്രീകൃത രൂപത്തിൽ പരിശീലനം സംഘടിപ്പിക്കേണ്ടതാണ്. ഇതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ആ വ്യാപാര സ്ഥാപനങ്ങളിലാകെ ഓരോ വ്യാപാര സ്ഥാപനത്തിലും ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നില്ല എന്ന ബോർഡ് പ്രദർശിപ്പിക്കണം. അതിനകത്ത് ഇത്തരത്തില് ലഹരി പദാർത്ഥങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥര്, പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ, മേൽവിലാസം അതെല്ലാം ഈ ബോർഡിൽ നൽകാനാവും. ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ പരിസരത്തുള്ള വിവിധ കടകളുണ്ട്. ആ കടകളില് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാരവും നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കുന്ന നിലയുണ്ടായാൽ പിന്നീട് ആ സ്ഥാപനം തുറക്കാൻ അനുവദിക്കില്ല. എല്ലാ എക്സൈസ് ഓഫീസിലും ലഹരി ഉപഭോഗം, വിതരണം ഇതെല്ലാം സംബന്ധിച്ച വിവരങ്ങൾ സമാഹരിക്കാൻ കൺട്രോൾ റൂം ഉണ്ടാകും. അവിടെ വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കും. സംസ്ഥാനത്തൊട്ടാകെ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. ലഹരി ഉപഭോഗം സംബന്ധിച്ച് 2020 4650 2021 5334 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2022 സെപ്റ്റംബർ 15 വരെയുള്ള കണക്ക് പ്രകാരം ഇത് 16,986 കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2020 4650, 2021 5334, 2022 സെപ്റ്റംബർ 15 വരെയുള്ള കണക്ക് പ്രകാരം 16,986 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2020 5674 പേരെയും 2021 6704 പേരെയും ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തിരുന്നു. 2022 ആയപ്പോ 18,743 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വ്യാപാരാവശ്യത്തിനായി എത്തിച്ച 1364.49 കിലോഗ്രാം കഞ്ചാവ്, 7.7 കിലോഗ്രാം MDMA-യും 23.73 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ ഇതൊക്കെ ഈ വർഷം പിടിച്ചെടുത്തിട്ടുള്ളൂ. നിലവില് സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപിതമായ പരിശ്രമമാണ് ഇതിനെതിരെ നടക്കുന്നത്.
അതിന്റെ ഫലമായി ലഹരിക്കടത്ത് വലിയ തോതിൽ തടയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ സംസ്ഥാന തലത്തിൽ കേരള ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ സ്റ്റേഷൻ പരിധിയിലും എല്ലാ മാസവും 2 ആഴ്ച NDPS സ്പെഷ്യൽ ഡ്രൈവും നടത്തി വരുന്നുണ്ട്. സിന്തറ്റിക് ലഹരി വസ്തുക്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാവുകയാണ്. അത് കൂടുതൽ ഫലപ്രദമായി തടയുന്നതിന് അന്വേഷണ രീതിയിൽ, കേസുകൾ ചാർജ് ചെയ്യുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വേണമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ നർക്കോട്ടിക് കേസുകളിൽപ്പെട്ട പ്രതികളുടെ മുൻ ശിക്ഷകൾ കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ ഇപ്പോൾ വിശദമായി ചേർക്കുന്നില്ല. NDPS നിയമത്തിലെ 31A വിഭാഗത്തിലുള്ളവർക്ക് ഉയർന്ന ശിക്ഷ ഉറപ്പുവരുത്താൻ മുൻകാല കുറ്റകൃത്യങ്ങൾ കൂടി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം കാപ്പ രജിസ്റ്റർ മാതൃകയിൽ ലഹരിക്കടത്ത് കുറ്റകൃത്യം ചെയ്യുന്നവരുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുക. ആവർത്തിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ കരുതൽ തടങ്കൽ നടപടികൾ സ്വീകരിക്കുക. ഇതെല്ലാം നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ്. അവയെല്ലാം ശക്തമായി നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനുള്ള സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുന്നതാണ്. NDPS നിയമത്തില് 34-ാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യം ആവർത്തിക്കുകയില്ല എന്ന ബോണ്ട് വെപ്പിക്കാനാവും. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് കടത്തിൽ പതിവായി ഉൾപ്പെടുന്നവരെ PIT NDPS ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനാവും. ഈ നടപടികളെല്ലാം സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിനുകൾ വഴി ലഹരി കടത്തുന്നുണ്ട്. അപ്പൊ അതിന് സ്നിഫർ ഡോഗ്സ് സ്ക്വാഡ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചിലര് സ്കൂളിനകത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലകത്തും ആ കോമ്പൗണ്ടിനകത്തേക്ക് കടന്ന് ഇത് വിതരണം ചെയ്യുന്ന നടപടിയുണ്ട്. അപ്പൊ അത് കർശനമായി തന്നെ തടയാനാണ് ഉദ്ദേശിക്കുന്നത്. അവയുടെ പരിസരത്തുള്ള കടകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആ കട പൂർണ്ണമായി അടപ്പിക്കുന്ന നിലയാണ് ഉണ്ടാവുക. അതോടൊപ്പം ജനമൈത്രി, SPC, ഗ്രീൻ ക്യാമ്പസ്, ഡ്രീം ക്യാമ്പസ് ഇതെല്ലാം വഴി പോലീസ് വകുപ്പ് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതിനായി പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ യോദ്ധ എന്ന പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കും. അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ബോധവൽക്കരണ നടപടികൾക്കുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത്തരം നടപടികളുടെ കൂടുതൽ വിവരങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. ഇവയുടെ നടപ്പാക്കലിനായി മുഖ്യമന്ത്രി തലത്തിലും മന്ത്രിമാരുടെ തലത്തിലും തുടർച്ചയായ കൂടിയാലോചനകൾ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ ഈ ക്യാമ്പയിനിൽ പങ്കാളികളാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നാടിന്റെ ഭാവി ഭദ്രമാക്കാൻ ഈ ഉദ്യമം വിജയിക്കേണ്ടത് അനിവാര്യമാണെന്ന ബോധ്യത്തോടെ നമുക്ക് ദൃഢനിശ്ചയത്തോടെ ഒരുമിച്ച് നീങ്ങാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു പ്രശ്നം, നമ്മുടെ സംസ്ഥാനത്ത് പേവിഷബാധയും തെരുവ് നായ്ക്കളുടെ ആക്രമണവും കുറച്ചു നാളുകളായി വർദ്ധിച്ചിരിക്കുന്നതാണ്. അത് വലിയ പ്രധാന പ്രശ്നമായി തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. തെരുവ് നായ്ക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. ഇപ്പോൾ പേവിഷബാധയേറ്റ് ഈ വർഷം സംസ്ഥാനത്ത് ഇതുവരെ 21 മരണങ്ങളാണ് ഉണ്ടായത്. ഇവരില് 15 പേരും പേവിഷബാധക്കെതിരെയുള്ള വാക്സിനും IDRV, ഇമ്മ്യൂണോഗ്ലോബുലിനും ERIG എടുക്കാത്തവരാണ്. ഒരാള് ഭാഗികമായും 5 പേർ നിഷ്കർഷിച്ച രീതിയിലും വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്. 21 മരണങ്ങളുടെയും കാരണങ്ങൾ കണ്ടെത്താനുള്ള ഫീൽഡ് ലെവൽ അന്വേഷണം പൂർത്തിയായി. എല്ലാ മരണങ്ങളും വിശദമായി അന്വേഷിക്കുവാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു.